എൻ്റെ ഹസ്ബൻഡ് ഉച്ചയ്ക്ക് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഒരു പെൺകുട്ടി റോഡിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പോകുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ ചോദിക്കാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പെങ്കൊച്ചല്ലേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നീയും കൂടെ വാ, നമുക്ക് ചെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഈ പെങ്കൊച്ചിൻ്റെ പുറകെ പോയി ആ കൊച്ചിനെ കണ്ടെത്തി. അവിടെ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആസാമിൽ നിന്നാണ് വരുന്നത്, ആസാംകാരിയാണ്, ഞാനിവിടെ ഒരു വീട്ടിൽ ജോലിക്ക് വന്നതെന്നാണ് പെങ്കൊച്ച് പറഞ്ഞത്. അപ്പം ഹിന്ദി പറയുന്നുണ്ട്, എനിക്ക് അത്രയും മനസ്സിലായില്ല. അപ്പോൾ അടുത്തുള്ള ഒരു പെങ്കൊച്ചും കൂടെ കൂടി ഞങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ആ സമയം കൊണ്ട് ഞങ്ങൾ പോലീസിൽ ഇൻഫോം ചെയ്തു. പോലീസിൽ വിളിച്ചിട്ട് അവർ അന്നേരം വന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് CIനും കൂടെ വിളിച്ച് കഴിഞ്ഞപ്പോഴാണ് പോലീസുകാരെത്തിയത്. 2 പോലീസുകാർ വന്നു. അവരുമായിട്ട് ഞങ്ങൾ ഈ വീട് സന്ദർശിച്ചു. ആ പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് ഇവിടെ ഒരു വാടകയ്ക്കുള്ളൊരു വീടാണ്. അവർ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന വീട്ടിൽ വന്നു. അവിടെ വന്നപ്പോൾ 3 ലേഡിയും 2 പുരുഷന്മാരും ഉണ്ടായിരുന്നു. അതിലൊരാൾ പറഞ്ഞു, എനിക്ക് തമിഴ് അറിയത്തുള്ളൂ, ഞാനിവിടെ തമിഴ്നാട്ടിൽ അഡ്വക്കേറ്റാണ്, പിന്നെ ഇവിടെ ബിസിനസ് എന്തെടുക്കുവാന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഇവിടെ ബിസിനസ് ചെയ്യുക, തേയിലയുടെ ബിസിനസ്സാണ്. അപ്പോൾ അവിടെ 2-3 വീടുണ്ട്. ആ വീട്ടിലെ ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ ജോലിയും കഴിഞ്ഞ് പോയി. അപ്പോൾ ഇവരെ ജോലിക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പം ഈ ഗർഭിണി പെങ്കൊച്ചിനെ എന്തുകൊണ്ടാണ് ജോലിക്ക് എടുത്തതെന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ ഈ കൊച്ചിനെ എങ്ങനെ ഇവിടെ എത്തിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടു, അങ്ങനെ എനിക്ക് ജോലി വേണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അവർ വിളിച്ചു വരുത്തിയത്. അപ്പോൾ ഹസ്ബൻഡ് കൂട്ടത്തിലുണ്ടായിരുന്നു. ഹസ്ബൻഡ് 5000 രൂപയും മേടിച്ചുകൊണ്ട് തലേന്ന് തന്നെ രാത്രി തന്നെ പോയി. പെൺകുട്ടി ഇല്ലാതെ പോയെന്നാണ് അവർ പറഞ്ഞറിയുന്നത്. സ്ത്രീകളെല്ലാം ജോലിക്കായി എത്തിച്ചു എന്നാണ് പറഞ്ഞത്. അല്ലല്ല, അവർ ഇതൊക്കെ ആരാന്ന് ചോദിച്ചപ്പോൾ ഇതെല്ലാം കസിനാണ്. ഞാൻ അപ്പോൾ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, പോലീസ് ഓഫീസറാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു മലയാളമാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, ഞാൻ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞു. മറ്റേ പെങ്കൊച്ചും പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷും തമിഴും അറിയാം, ഞാനും കോളേജിൽ പഠിക്കുന്നതെന്നാണ് വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു പറഞ്ഞത്. പിന്നെ ഒരു അമ്മച്ചിയായിരുന്നു. അമ്മച്ചിയുടെ കൂടത്തിൽ 2 കുട്ടികളും ഉണ്ടായിരുന്നു, 4-5 വയസ്സ് പ്രായമുള്ള 2 കുട്ടികൾ. അപ്പോൾ ആ പുള്ളിക്കാരി നല്ലപോലെ മലയാളമാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളെവിടുന്ന്? അപ്പോൾ പുള്ളിക്കാനത്ത് നിങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ താമസിക്കുമെന്നാണ് ആ പുള്ളിക്കാർ പറഞ്ഞത്. പിന്നെ പോലീസ് ഓഫീസർ കൂടുതലുള്ളതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ചോദിച്ചില്ല. എങ്കിലും ഞാൻ അവരെ കുറച്ച് വഴക്ക് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പിള്ളേരെ കിട്ടിയപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പോലീസ് ഇൻഫോം ചെയ്തില്ല, നിങ്ങൾ പറഞ്ഞു വിടേണ്ടതല്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ഈ പെൺകുച്ചിനെ പറഞ്ഞു വിട്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞു വിട്ടതല്ല, ആ പെൺകുട്ടി തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ എന്ത് ജോലിക്കായിട്ടാണ് ഈ പെൺകുട്ടീനെ എടുത്തേ? അതൊരു ഗർഭിണി കൊച്ച്, ഈ കൊച്ചിനെ കൊണ്ട് എന്ത് ജോലി ചെയ്യാൻ പറ്റും? നിങ്ങൾ കാണിച്ച മോശമല്ലെന്ന്. അപ്പം പോലീസുകാരും വഴക്ക് പറഞ്ഞു, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചേ, നിങ്ങൾ അന്നേരം പോലീസിന് ഇൻഫോം ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ഇന്ന് വഴി അങ്ങനെ പറ്റിയില്ല. അയാൾ എൻ്റെ 5000 രൂപയും മേടിച്ചുകൊണ്ട് മുങ്ങി. ഹസ്ബൻഡ് മുങ്ങി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആസാം പെൺകുട്ടി പറയുന്നു, എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടില്ല, ഞാൻ തന്നെയാണ് വന്നത്, എൻ്റെ ഹസ്ബൻഡ് തമിഴ്നാട്ടിൽ ജോബാണ് എന്നാണ് ആസാം പെൺകുട്ടി പറയുന്നത്. ഒരു കൊച്ചു ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് പോലീസ് ഓഫീസറോട് പറഞ്ഞു, പക്ഷേ ഈ കുട്ടീനെ എവിടെയെങ്കിലും ആക്കണം, അതുകൊണ്ട് സഹീലോ സ്നേഹിതലോ എന്ന് വിളിക്കണം. ഞാൻ ഫോൺ എടുക്കാതെ വന്നേ. അപ്പോൾ സാർമാർ തന്നെ വിളിച്ചപ്പം എവിടെയാണേലും ആക്കാം, നമുക്ക് കൊച്ചിനെ എവിടെയെങ്കിലും ആക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഒരു ഉപകാരം ചെയ്യാവോ, ഈ കൊച്ചിനെ 1 മണിക്കൂർ നേരം നോക്കിക്കോളാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നോക്കിക്കോളാം. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞാൽ ഞാൻ അമ്മ ടീച്ചറാണ്, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ആയിക്കോട്ടെ, ഞാൻ വീട്ടിൽ കൊണ്ടുപോയി അതിന് ഭക്ഷണവും കൊടുത്ത് അതിന് പിന്നെ ദീപാങ്കോട്ടയിൽ ഷീറ്റ് വെച്ച് കൊടുത്ത് ഇവിടെ കിടന്നോളാനും പറഞ്ഞു. 1-1.5 മണിക്കൂർ നേരം ഞാൻ അതിനെ നോക്കി. അത് കഴിഞ്ഞ് വനിതാ പോലീസായിട്ട് വന്നോളാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ് അവർ വനിതാ പോലീസായിട്ട് വന്നു. അപ്പോൾ എവിടെയാണ് കൊണ്ടേ ആക്കുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, ശാന്തിനഗർ സ്വാതന്ത്ര്യത്തിലാക്കുന്നതെന്ന് പറഞ്ഞു. ശരി സാറേ എന്നും പറഞ്ഞ് നമ്മൾ വിട്ടു. അങ്ങനെയാണ്. അപ്പം പിന്നീട് സ്വാതന്ത്ര്യത്തിലെത്തുന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതിന് ശേഷം. അന്ന് അറിയുന്നില്ല. പിറ്റേ ദിവസം ഇന്നലെ വീണ്ടും പോലീസ് ഓഫീസറെ എൻ്റെ വീട്ടിലെത്തിയായിരുന്നു എന്നെ അന്വേഷിച്ച്. അപ്പം ഞാൻ എൻ്റെ മദറിൻ്റെ അടുത്ത് പോയായിരുന്നു. ഞാൻ വരാൻ 5:30 ആയായിരുന്നു. ആ സമയം കൊണ്ട് പോലീസ് ഓഫീസറെ വീട്ടിൽ വന്ന് അന്വേഷിച്ചിട്ട് തിരിച്ചു പോകുന്നു. അപ്പം ഞാൻ പോലീസ് ഓഫീസറെ വിളിച്ചു, എന്തിനാണ് എന്നെ അന്വേഷിച്ച് വന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, വനിതാ പോലീസ് ഇല്ലായിരുന്നു, ആ വീട്ടിൽ ഒന്നും കൂടെ പോകാൻ വേണ്ടിയിട്ട് അവരെ ഒന്നുകൂടി അപ്പം ഇല്ലാത്തതുകൊണ്ടാണ് ടീച്ചറിനെ വിളിച്ചുകൊണ്ട് പോകാമല്ലോ എന്നോർത്ത് വന്നതെന്ന് പറഞ്ഞു. ശരി സാറേ, അപ്പോൾ എന്നാ സാറേ പ്രശ്നമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇച്ചിരി പ്രശ്നമുണ്ട്, ഞാനത് നാളെ പറയാമെന്നും പറഞ്ഞു. പിന്നെ അവർ വേറെ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. പെൺകുട്ടിയെ മർദ്ദിച്ചതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പെൺകുട്ടിയാണ് പറഞ്ഞു. പെൺകുട്ടി പറഞ്ഞു, എന്നെ ഇടിച്ചു, എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്, ഇനി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ചോറ് കൊടുത്തെങ്കിലും ഒരു കുറച്ച് ചോറേ ഉണ്ടുള്ളൂ. കരയുമായിരുന്നു, കരഞ്ഞുകൊണ്ട് മൂത്ത കൊച്ചുമുണ്ട്. അപ്പം ഞാൻ ഇനിയിപ്പം നീ എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഹസ്ബൻഡിനെ വിളിച്ച് വരുത്തി നാട്ടിൽ പോകണം, ആസാമിൽ പോകണമെന്നാണ് എന്നോട് പറഞ്ഞത്. എങ്ങനെ പോകുമെന്ന് ചോദിച്ചപ്പം ട്രാവൽ ചെയ്ത് ട്രെയിനിന് പോകുമെന്ന് പറഞ്ഞു. ഇതുവരെയും ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെടുകയോ സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അതിനുള്ള ഇടം വന്നിട്ടില്ല. കാരണം 1 മാസം പോലും ആയില്ല ഈ വീട് അവർ വാടകയ്ക്ക് എടുത്തിട്ട്. ഇവിടെയുള്ള ഫാമിലി അവർ നല്ല ഫാമിലിയാണ്. അവർ അങ്ങനെ വീട് പിന്നെ മോശം ആൾക്കാരൊന്നും അല്ല. ഇവിടുത്തെ ഇതിൻ്റെ ഉടമ നല്ല ഫാമിലിയാണ്. അവർ ഞങ്ങളിവിടെ വന്നപ്പോഴാണ് അവർ പുള്ളിക്കാനത്തു നിന്നാണ് ഇവിടെ വന്ന് താമസിക്കുന്നതെന്നൊക്കെ നമ്മൾ അറിയുന്നത്.